ഞങ്ങളിപ്പോ രാജ്യം കാക്കുന്ന എക്സ് സർവീസ്മെന്നെ ഒന്ന് ആദരിക്കണമെന്ന് തീർച്ചയാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ യോഗം. ഈ യോഗത്തിന് മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് ഷൊർണൂർ DSP മനോജ് സാറാണ്. അദ്ദേഹത്തെയും പിന്നെ മുഖ്യ പ്രഭാഷണം നടത്താൻ നമ്മുടെ ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി ഈ ലൈബ്രറി കൗൺസിലാണ് അദ്ദേഹത്തിന്, പിന്നെ സേതുമാധവൻ കെ എന്ന് പറഞ്ഞ ആള് ഇവിടെ ഉണ്ട്. അതിനകത്ത് സമയത്തും എനിക്ക് ഒരു ജീവിതമായിട്ട് ബന്ധത്താണ്. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് പോകുന്നത്. എന്നെ ക്ഷണിച്ച് ഞാൻ അതിന് സന്തോഷം രേഖപ്പെടുത്തുകയാണ്. നമുക്ക് അതേപോലെ തന്നെ ഈ വേദിയിൽ എത്താനിരിക്കുന്ന താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശ്രീ സുധീർ, ശ്രീ ഉണ്ണിയൻകുട്ടി അവർ, സേതുമാധവൻ അവർ, എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയമുള്ള രാജശ്രീകളായിട്ടുള്ള ഏതാണ്ട് ആർമി, നേവി, എയർഫോഴ്സ് തുടങ്ങിയ പ്രധാന മേഖലയിൽ താൽക്കാലികമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് രാജ്യത്തിന്റെ നമ്മൾ എന്തൊക്കെയാണോ ഒരു ജന്മത്തിൽ ആസ്വദിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളത് അതൊന്നും തന്നെ പലപ്പോഴും ഓർക്കുക. എവിടെയെങ്കിലും വെടിശബ്ദം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടതിന്റെ ഡെഡ് ബോഡി നമ്മുടെ കേരളത്തിലേക്കോ നമ്മുടെ നാട്ടിലേക്കോ കൊണ്ടുവരുമ്പോൾ 2005 അതില് ആദ്യം എനിക്ക് തോന്നുന്നു ഇവർക്ക് ലീവ് പോയിട്ട് ആകെ അനുവദിക്കപ്പെട്ടത് ഒരു വാറണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോ 2 വാറണ്ടിലേക്ക് മാറിപ്പോ എന്നൊരു സംശയമുണ്ട്. എന്തു തന്നെയായാലും ആ കാലഘട്ടത്തിലെ ദുരിതപൂർവ്വമാണ് ഈ മേഖലയിൽ അവർക്ക് ജോലി സമ്മതം നൽകുന്നത്. ഒരിക്കലും ഒരു മിനിമം ഒരു 20 വർഷമോ 15 വർഷമോ സേവനമനുഷ്ഠിച്ചു വരുന്ന ഏതാണ്ട് ഒരു 60% സൈനികർക്ക് തീർച്ചയായിട്ടും നല്ല സാലറി വരുന്ന ജോലി കിട്ടുന്നുണ്ട്. എന്റെ ഒരു സുഹൃത്തുക്കൾ പുറത്ത് പറയാറുണ്ട്. അപ്പോ അതിന്റേതായിട്ടുള്ള പഴയ കാലഘട്ടത്തിൽ നിന്നുള്ള അംഗീകാരം നമുക്ക് ലഭിക്കുന്നുണ്ട്. സേവന വേതന വ്യവസ്ഥകൾ വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷെ ആധുനിക തരത്തിലുള്ള സൈന്യത്തിലേക്കുള്ള പുതിയ റിക്രൂട്ട്മെന്റ് സമ്പ്രദായം എന്നെ ഉൾപ്പെടെയുള്ള ആളുകളെ അഗ്നിപഥല് എന്നെ വന്ന ആളുകളെ അപ്പോഴൊക്കെ യഥാർത്ഥത്തിലെ ഒരു ബുദ്ധിമുട്ട് ആ തണുപ്പ് നിറഞ്ഞ സമയത്ത് വളരെ കഠിനമായിട്ടുള്ള ട്രെയിനിങ്ങുകളും ജീവിത സാഹചര്യങ്ങളും അത് ബാരക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിളിച്ചു വരുത്തി നിങ്ങളെ അനുമോദിക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ള നന്മ നിറഞ്ഞ നന്മ കൂട്ടായ്മയുടെ നേതാക്കൾക്കും സംരംഭകർക്കും കേരള പോലീസിന് ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ധീരമായിട്ടുള്ള ഓർമ്മകൾക്ക് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ വലിയ ഫംഗ്ഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. രാമകൃഷ്ണൻ നായർ ആരാണ് ബന്ധപ്പെട്ട ആൾക്കാർ സുകുമാരൻ, കെ സുകുമാരൻ. എത്തിയിരിക്കുന്ന എല്ലാ മാന്യ എക്സ് സർവീസ്മാനെയും അവരുടെ കുടുംബത്തെയും ഒക്കെ തന്നെ ഒരിക്കൽ കൂടി ഞാന് പങ്കുണ്ണി നായർ, പി ശശീരൻ, മൊയ്തി പി, മൊയ്തി കുഞ്ഞുണ്ണി
ഗോവിന്ദൻകുട്ടി, ഗംഗാധരൻ, നീലകണ്ഠൻ മൂസൻ. അടുത്തത് എക്സാർവിസ്മൻ നീലകണ്ഠൻ മൂസൻ. മിസ്റ്റർ ഗിരീഷ് കെ. ഗിരീഷ് കെ. അടുത്തത് മിസ്റ്റർ പത്മനാഭൻ KPM പത്മനാഭൻ. അടുത്ത റെഡിയാവേണ്ടത് അച്യുത്തിയൻ. രാധാകൃഷ്ണൻ കുടിയൻ. പി സുലൈമാൻ. ഹലോ, മിസ്റ്റർ ബാലകൃഷ്ണൻ നായർ. മിസ്റ്റർ ഉണ്ണിയൻകുട്ടി പി, പ്രസിഡന്റ് എക്സാവേഷൻ അസോസിയേഷൻ പ്രസിഡന്റ് ഉണ്ണിയൻകുട്ടി പി. മിസ്റ്റർ മുഹമ്മദ് കുട്ടി സി. അടുത്തത് തന്നെയാണ് മണി എസ് നായർ. ജയപ്രകാശ് KP. നമ്മുടെ സെക്രട്ടറി മിസ്റ്റർ സേതുമാധവൻ കെ. സർവീസ്മാൻ സെക്രട്ടറി മിസ്റ്റർ. മിസ്റ്റർ പി സഹദേവൻ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രാമകൃഷ്ണനെ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ പി. സുകുമാരൻ റെഡിയാക്കണം. സുകുമാരൻ റെഡിയാക്കണം. അടുത്തത് രമേഷ് എം സി. അടുത്തത് പ്രഭാകരൻ എ. മിസ്റ്റർ പ്രഭാകരൻ എ. എം മുരളീധരൻ. എം വാസു ഇസ്മായിൽ. സർവീസ്മാൻ പി ഇസ്മായിൽ. മിസ്റ്റർ അരവിന്ദാക്ഷൻ കെ. അരവിന്ദാക്ഷൻ ഒരു ശിവശങ്കരൻ കെ. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ടി. രാഘവൻ കെ. മിസ്റ്റർ വിജയരാഘവൻ കെ. മിസ്റ്റർ KG നമ്പൂതിരി. മിസ്റ്റർ കൃഷ്ണരാജ് പി. നായർ KV സുരേന്ദ്രൻ നായർ. രവീന്ദ്രൻ അമ്പാടി. PK ബാബ. മിസ്റ്റർ ജയൻ ബി. P സുകുമാരൻ. അബൂബക്കർ O. മിസ്റ്റർ അബൂബക്കർ O. ഹരിദാസൻ എ. മിസ്റ്റർ ഹരിദാസൻ AK ഹരിദാസൻ. അത് കഴിഞ്ഞാൽ VP ഗോവിന്ദൻകുട്ടി റെഡിയാവാം. VP ഗോവിന്ദൻകുട്ടി റെഡിയാവും. അടുത്തത് ഹരിദാസ് കെ. EM ഉണ്ണികൃഷ്ണൻ. മിസ്റ്റർ സത്യനാരായണൻ. ജയകൃഷ്ണൻ യു. മിസ്റ്റർ ജയ ആദ്യേട്ടാ ചെറുകടി പഠിക്കും. അടുത്തത് മനോജ് വി. മിസ്റ്റർ സർഫുദ്ദീൻ. സർവീസ് വാസുദേവൻ PK വാസുദേവൻ. മിസ്റ്റർ ശിവരാമൻ. സൗകര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ യൂണിറ്റ് രജിസ്ട്രാറും യൂണിയൻ ഓഫീസ് സെക്രട്ടറിയായ വാസവൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്ന് ഇവരോട് സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി 70 പേരെ എങ്ങനെയാലും അതിൽ കൂടുതലാകാം, പരമാവധി 70 പേരെങ്കിലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളുടെ ലിസ്റ്റ് തന്നാൽ ഞങ്ങൾ അവരെ ആദരിക്കാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ എക്സ് സർവീസ്മെന്മാര്
യുദ്ധവും മറ്റുള്ള എല്ലാം കഴിഞ്ഞു വരുന്ന സാഹചര്യത്തിൽ അവർ പ്രത്യേകം സംസാരിപ്പിക്കാനുള്ള ഒരു വേദി ഒരുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഇതിന്റെ അധ്യക്ഷൻ പ്രത്യേകിച്ച് ഞാൻ അവരെ പ്രത്യേകം മുൻകൈയെടുത്താണ് ബാലകൃഷ്ണ മാഷ്. അതേപോലെ ആദ്യമായിട്ട് ബാലകൃഷ്ണ മാഷ് അത്യാവശ്യമാണ് സൂചിപ്പിക്കാറുണ്ട്. കോളേജിന്റെ CCC കോളേജ് ഡയറക്ടറാണ്. പല വേദികളിലും ഞാൻ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. മാതൃസ്നേഹം എന്ന് പറയുമ്പോൾ മാത്രം രാജ്യത്തോട് സ്നേഹിക്കണം, ശ്രമമാരെ അല്ലെങ്കിൽ പാപ്പാവരെയൊക്കെ സ്നേഹിക്കണം. ഇതാണ് നമ്മുടെ കുറച്ചധികം സമയം വൈകിപ്പോയി. ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ തന്നെ സംഘാടകരോട് പറഞ്ഞു എനിക്കത് കുറച്ച് തിരക്കുള്ള ഒരു ദിവസമാണ്. ചിട്ടകളൊക്കെ ഞങ്ങളുടെ അടുത്തത് വീക്ഷിച്ച ഒരാളെന്ന നിലയ്ക്ക് നിങ്ങളുടെ പ്രതിഷ്ഠയും ചിട്ടയും നിങ്ങളുടെ രാജ്യത്തോടുള്ള ആഭിമുഖ്യവും ഒക്കെ നേരിട്ട് പച്ചപ്പ് നേടിക്കൊണ്ടാണ് പലരും പട്ടാളത്തിലേക്ക് പോയിരുന്നു. പക്ഷെ പിന്നീട് അവർ ഈ രാജ്യത്തെ സംരക്ഷിക്കുന്ന മികച്ച ജവാന്മാരെ പട്ടാളക്കാരെ മാറി. അപ്പോ ഒരു രാജ്യത്തോടുള്ള കൂറ് അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ ഐക്യം ഇതെല്ലാം സംരക്ഷിക്കുക. രാജ്യത്തെ സ്നേഹിക്കുമ്പോൾ തന്നെ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സംരക്ഷണ ചുമതലക്കാരായി മാറ്റുന്ന പട്ടാളക്കാർ അവരുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും